യേശുവിൽ സ്നേഹമുള്ളവരെ, ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന വചനഭാഗം യേശുവിൻ്റെ കരുണയുടെ മൂർത്തിമത് ഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ എന്തു ചെയ്യണം എന്ന യഹൂദരുടെ ചോദ്യവും അതിന് യേശു നൽകുന്ന ഉത്തരവുമാണ് നാം ഇവിടെ കാണുന്നത്. വ്യഭിചാരം എല്ലാ ദേശത്തും നിയമത്തിലും കഠിനമായ ശിക്ഷ ലഭിക്കുന്ന പാപമാണ്. റോമൻ നിയമത്തിൽ അത് വധശിക്ഷ അറിയിക്കുന്ന പാപമല്ല എങ്കിലും യഹൂദ നിയമത്തിൽ വ്യഭിചാരം വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പരസ്യമായി കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് മോശയുടെ നിയമത്തിൽ പറയുന്നത്. ഇപ്രകാരം ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് യേശു ആയിരിക്കുന്നത്. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് നിയമം അനുശാസിക്കുന്നു. എന്നാൽ നീ എന്താണ് പറയുന്നത്? പാപികളോടും സമൂഹത്തിലെ താഴ്ന്നവരോടും കരുണ കാണിക്കുന്ന യേശുവിൻ്റെ ഉത്തരത്തിന് വേണ്ടിയാണ് അവർ കാതുകൂർപ്പിക്കുന്നത്. യേശു എന്ത് ഉത്തരം പറഞ്ഞാലും അത് അവനെതിരായി പ്രയോഗിക്കുവാൻ അവർക്ക് സാധിക്കും. അവനെ ഒരു വിഷമവൃത്തത്തിലാക്കുക എന്നത് തന്നെയായിരുന്നു യഹൂദരുടെ ഉദ്ദേശവും. എന്നാൽ യേശുവിൻ്റെ ഉത്തരം അവരെയെല്ലാം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. പിന്നീട് ഒരു വലിയ നിശബ്ദതയാണ് അവിടെ ഉണ്ടാകുന്നത്. മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സംഭവം രണ്ട് കാര്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, സമൂഹത്തിലെ താഴ്ന്നവരോടുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള മനോഭാവം എന്താണ്. ഇവിടെ വ്യഭിചാരം എന്ന പാപം ആണും പെണ്ണും കൂടിയാണ് ചെയ്യുന്നത്. എന്നാൽ പലപ്പോഴും സ്ത്രീകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത്. നിയമാവർത്തന പുസ്തകം 22-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീയെയും പുരുഷനെയും വധിക്കണം. അങ്ങനെ ആ തിന്മ സമൂഹത്തിൽ നിന്ന് നീക്കിക്കളയണം. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ ശിക്ഷ സ്ത്രീക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയാണ്. മാത്രമല്ല, അവളെ അകാരണമായി പീഡിപ്പിക്കുന്നതിനും വധിക്കുന്നതിനുമായി പലപ്പോഴും ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതായും നാം കാണുന്നുണ്ട്. ഇന്നും സമൂഹത്തിൻ്റെ ഈ മനോഭാവത്തിന് വലിയ മാറ്റം വന്നിട്ടില്ല. സ്ത്രീകളെ ചൂഷണത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഇരകളാക്കി ഇന്നും മാറ്റാറുണ്ട്. 2, യേശുവിന് പാപികളോടുള്ള മനോഭാവത്തിൻ്റെ പ്രകടനം കൂടി നാം ഇവിടെ കാണുന്നു. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യമെന്നും നീതിമാന്മാരെയല്ല, പശ്ചാത്താപത്തിന് പാപികളെ വിളിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും പറയുമ്പോൾ യേശു പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയായി മാറുകയാണ്. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിക്കാതെ അവരെ രക്ഷിക്കാൻ ആഗതനായ ദൈവപുത്രനാണ് താനെന്നും യേശു തെളിയിക്കുന്നതും പാവപ്പെട്ടവരുടെയും പാപികളുടെയും പക്ഷം ചേർന്നുകൊണ്ടാണ്. ഇവിടെ യേശുവിൻ്റെ ഇതേ മനോഭാവം തന്നെയാണ് നാം കാണുന്നത്. ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത് എന്ന യേശുവിൻ്റെ കരുണാസ്പർശമായ വാക്കുകൾ അവളിൽ വലിയ പരിവർത്തനമാണ് ഉണ്ടാക്കുന്നത്. പുരുഷന് തുല്യം സ്ത്രീയും അംഗീകരിക്കപ്പെടണമെന്നും അവൾക്കും തുല്യ അവകാശങ്ങളുണ്ട് എന്നും യേശു വ്യക്തമാക്കുന്നു. സ്ത്രീകളെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത സമൂഹത്തിലായിരുന്നു യേശു അവൾക്ക് തുല്യ പരിഗണനയും അവകാശവും നൽകുന്നത്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല എന്ന യേശുവിൻ്റെ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. നീ വിധിക്കപ്പെടേണ്ടവളല്ല എന്നും സമൂഹത്തിൽ തുല്യനീതിയും അവകാശവും ലഭിക്കേണ്ടവളാണ് എന്നും അവിടുന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഇന്നത്തെ സ്ഥിതിയും വലിയ വ്യത്യാസമുള്ളതല്ല. നമ്മുടെ സമൂഹവും സ്ത്രീക്ക് തുല്യ പ്രാധാന്യം നൽകുന്നതിന് പകരം അവളെ അംഗീകരിക്കാതെ അവളെ പീഡനത്തിനും ചൂഷണത്തിനും വിധേയമാക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീയെ മാന്യതയുള്ള, അവകാശമുള്ള വ്യക്തിയായി നമുക്ക് അംഗീകരിക്കാം. സ്ത്രീ അപമാനിതയാകുന്ന സമൂഹം, സ്ത്രീയെ അംഗീകരിക്കാത്ത, ബഹുമാനിക്കാത്ത സമൂഹം അപരിഷ്കൃതമായ സമൂഹമാണ്. അതിനാൽ അവളെ അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന, തുല്യമായി കണക്കാക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു മനസ്ഥിതിക്ക് വേണ്ടി
നമുക്ക് ഒന്നു ചേർന്ന് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.